ലണ്ടൻ മലയാളിയായ വിപിൻ വേണുഗോപാൽ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന കാറ്റർപില്ലർ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ചിത്രീകരണം ഒക്ടോബർ 17, 18, 19 തീയതികളിൽ കൊച്ചിയിൽ ആരംഭിക്കുന്നു. ഞാൻ ലണ്ടൻ ബേസ്ഡ് മലയാളിയാണ്. ഇതിനു മുമ്പേത്തെ പ്രോജക്ട്സ് ഒക്കെ ഞാൻ UK-യിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റ് എനിക്ക് ഒരു കഥയിൽ ഇതായിട്ട് വന്നതാണ്. ഒരു നൈറ്റ് മെയർ ആയിട്ട് വന്ന് അതിനെ ഒരു കഥയായിട്ട് ഒരു അച്ഛനും മകനും ഒരു സാധാരണക്കാർ വാർ സോണിൽ പെട്ട് കിടക്കണ ആ ഒരു കഥയുടെ ഇമ്പാക്റ്റും ആ വാറ് ഈ സാധാരണക്കാരുടെ മേലുള്ള ഇമ്പാക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഥ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നപ്പോൾ അതിനെ ഒരു കഥയായിട്ട് എഴുതി ഒരു പടമായിട്ട് ആക്കുകയാണ്. ഇത് ആദ്യം UK-യിൽ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ UK-യിൽ ഈ കഥ ചെയ്താൽ ശരിയാവില്ല, നമുക്ക് നമ്മുടെ നാട്ടിലെ സൈഡിൽ ഷൂട്ട് ചെയ്യാന്നുള്ള ഐഡിയയിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഇവിടെ ലൈൻ പ്രൊഡ്യൂസർ ജിനു ആയിട്ടും പിന്നെ അവരായിട്ട് പിടിച്ചിട്ട് പുള്ളി അവിടെ ഉണ്ട്. ഹൈ പ്രൊഡക്ഷൻ ഇട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ നാളെ ഷൂട്ട് തുടങ്ങാണ്. കഥയിൽ മെയിൻ താരം മെറിൻ ഫിലിപ്പ് ആൻഡ് അതുൽ, പിന്നെ സിറാജുദ്ദീൻ നസർ, 3 പേർ, ഇവരാണ് മെയിൻ കാസ്റ്റ്. UK-ന്ന് ഫ്രം ലണ്ടൻ സിനിമാറ്റോഗ്രാഫർ ജോഷ് ഇതിനു വേണ്ടി ഫ്ലൈ ഇൻ ചെയ്തിരിക്കുകയാണ്. മെയിനായിട്ട് ഈ കഥയിൽ ആ ഒരു ഇതൊരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റാണ്. എൻ്റെ പ്രീവിയസ് പ്രോജക്ട്സൊക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അവാർഡ്സും നോമിനേഷനും കിട്ടിയ പ്രോജക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ഫ്ലേവറും അലോങ് വിത്ത് ലോക്കൽ കേരളയുടെ ലാൻഡ്സ്കേപ്സും ടെക്സ്ചേഴ്സും ടാലൻറ്റും വെച്ച് ആ ഒരു മിക്സ്ഡ് കൊളാബറേഷന് വേണ്ടിയിട്ട് ചെയ്യാനാണ് എൻ്റെ മെയിൻ ഒരു വിഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ UK-ന്ന് ജോഷിനെ ഇവിടെ സിനിമാറ്റോഗ്രാഫറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ജോഷിനെ ഹെൽപ്പ് ചെയ്യാൻ ദർ ഇസ് എ ലോക്കൽ ക്രൂ ഹിയർ ആസ് വെൽ, ക്യാമറ സൈഡിന് എല്ലാം ഇത് ചെയ്യുന്നത്. പിന്നെ മെറിൻ ഇസ് പ്ലേയിങ് ദ റോൾ ഓഫ് എ ടീച്ചർ. ഈ കുഞ്ഞു കുട്ടികളെ വാർ നടക്കുന്ന സമയത്ത് ടീച്ച് ചെയ്തിട്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്ത് നടന്നാലും ഭാവി നഷ്ടപ്പെടാൻ പാടില്ല പറഞ്ഞിട്ടുള്ള അവർക്ക് ആ എഡ്യൂക്കേഷൻ കൊണ്ടുപോയിട്ട് ഗോയിങ് അബവ് ആൻഡ് ബിയോണ്ട് എ ടീച്ചേഴ്സ് റോൾ ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദീസ് ചിൽഡ്രൻ എന്നുള്ള ഒരു ക്യാരക്ടറാണ് മെറിൻ പ്ലേ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ മെറിൻ ഫിലിപ്പ്. അപ്പം സിനിമയിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു സ്റ്റോറി എന്നിലേക്ക് വരുമ്പം ഒരു നോർമൽ ഷോർട്ട് മൂവി ആയിട്ട് തോന്നിയില്ല. ഒരുപാട് സ്കോപ്പുകളുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു നോർമൽ റൊമാൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി അല്ലാണ്ട് നമ്മുടെ സോഷ്യൽ കോസിന് എന്താ പറയുക കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് മൂവിയാണ്. അപ്പോൾ ഇതിൽ ലീഡ് റോള് ചെയ്യുന്ന സിറാജുദ്ദീൻ്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസാണ്. സോ അതുകൊണ്ടാണ് സിറാജിനെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം സിറാജുദ്ദീനെ എല്ലാവർക്കും അറിയാം, RDX-ലും അങ്ങനെ ഒരുപാട് പ്രോജക്ട്സിൽ ഒരു കിഡിലും ആക്ടറാണ് സിറാജ്. സോ ഒരു ആക്ടർ എന്ന നിലയിൽ എൻ്റെയും ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് സിറാജും പിന്നെ ക്രൂ മെമ്പേഴ്സ് എല്ലാം എനിക്ക് അറിയുന്നവരാണ്. ജിനുചേട്ടനാണ് എന്നെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി കൊളാബറേറ്റിംഗ് വിത്ത് എൻ ഇന്റർനാഷണൽ ടാലൻറ്റ്. സോ വിപിൻ, താങ്ക് യു സോ മച്ച്. എല്ലാവരും എന്താ പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഒരു ചെറിയ ടീം ലൈക്ക് വി ആർ ട്രൈങ് ടു ഒരു ക്രിയേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഓൾ കംസ് ഔട്ട് വെൽ. താങ്ക് യു. വാർ സമയത്ത് സോൾജേഴ്സിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിൻ്റെ ഹെഡായിട്ടുള്ള ക്യാരക്ടറാണ് അതുൽ പ്ലേ ചെയ്യുന്നത്, ദ റോൾ ഓഫ് എ സാർജൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കഥേൻ്റെ ഒരു മെയിൻ വില്ലൻ റോളാണ്. സോ ഈ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് ഇരിക്കുന്നവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. നമസ്കാരം, അതുൽ എന്നാണ് പേര്. ഇതൊരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. അതല്ലാതെ ഇതിന്റെ തീമും ഇതിന്റെ വിഷയവും ഇപ്പം വളരെ റെലവൻ്റ് ആയി നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും കൂടെ ഇത് പറയണം, ഇത് ആൾക്കാരിലേക്ക് എത്തണം എന്ന് പറയുന്ന ഒരു വിഷനിലാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. Hi everyone. Yes, I came here off the back of a meeting with Vipin after he saw a film that I'd made in London, which I'd shot in Nigeria. We met after the London Film Festival and told me about this story that he'd had, this dream that he'd had of making a film, this war film, international story that I think everyone can relate to with this the current global events. And yeah,
flew me out here to experience this wonderful culture, these beautiful people, and yeah, just feeling very privileged to get the chance to do this. അതെ, ഇവർ പറഞ്ഞ പോലെ ഇതൊരു സോഷ്യൽ കോസിനും ഈ സമയത്ത് വേൾഡിൽ വാർ ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഗാസ ആയാലും യുക്രൈൻ ആയാലും സുഡാൻ ആയാലും ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊക്കെ. അപ്പോൾ യൂഷ്വലായിട്ട് വാറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പോളിറ്റിക്സും സോൾജേഴ്സും മിലിറ്ററിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ ധാരണ ഉണ്ട്. പക്ഷേ ഈ റെഗുലർ ആൾക്കാരാണ് 90% കാഷ്വാലിറ്റീസ് ഇൻ എ വാർ ഇസ് ഫ്രം സിവിലിയൻസ്. ഇത് യൂണിസെഫിൻ്റെ റിസർച്ചിൽ അവർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആ ഒരു കഥ 90% ഓഫ് ആൾക്കാരുടെ എക്സ്പീരിയൻസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഞങ്ങളൊരു ചെറിയ ടീം, ഞങ്ങളൊരു ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഐ എം ഹോപ്പിംഗ് പ്രതീക്ഷിക്കുന്നു. ആൻഡ് പ്ലീസ് സപ്പോർട്ട് us. താങ്ക് യു വെരി മച്ച്.